നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറ LICൻ്റെ മുന്നിൽ ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഫുള്ള് റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്നല്ലേ, ഇത് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്യാൻ പോവുകയാണ്. അതെ, പട്ടാളപ്പള്ളി ജംഗ്ഷൻ മുതൽ സെൻട്രൽ ലൈബ്രറി വരെ ഏകദേശം 200 മീറ്റർ നീളത്തിലാണ് ഫുള്ളും ഇൻ്റർലോക്ക് ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മൾ LIC ബസ് സ്റ്റോപ്പിൻ്റെ മുന്നിലൊക്കെ ഒരുപാട് പേര് ദുരിതം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്യുമ്പോൾ ഫുള്ളും ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കെട്ടി നിൽക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ ഫുള്ളും ഇനി ഇൻ്റർലോക്കും അതുപോലെ തന്നെ പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ച ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഈ റൂട്ട് ഫുള്ളും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതോടനുബന്ധിച്ച് കുറച്ച് ഗതാഗത നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മാനാഞ്ചിറ ഈ 1 വേ ഉള്ളതൊക്കെ ഇപ്പോൾ 2 വേ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാവമണി റോട്ടിൽ നിന്ന് വരികയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡ് സിഗ്നൽ ഇട്ടിട്ട് നമുക്ക് SBI റൂട്ട് വഴി ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ കയറാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന കണ്ണൂർ തലശ്ശേരി ബസ്സുകളൊക്കെ നേരെ അജയത്തുപാലം എരഞ്ഞിപ്പാലം റൂട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന മാങ്കാവ് പന്തീരങ്കാവ് അങ്ങനത്തെ ബസ്സുകളൊക്കെ മാനാഞ്ചിറയിന് പകരം നേരെ YMCA ക്രോസ് റോഡ് വഴിയായിരിക്കും തിരിയുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.